വെൽക്കം ടു ഐറാസ് പാരഡൈസ് കൂട്ടുകാരെ. അപ്പം ഇന്ന് നമ്മൾ രാത്രിയാണ്. ഇത് നമ്മൾ കമ്പം വരെ വന്നതാണ്. ഇത് അന്നക്കുട്ടി ഇവിടെ എന്തൊക്കെയൊക്കെ കഴിച്ചു. അപ്പം അതാണ് ഫേസിലൊക്കെ ഇരിക്കുന്നത്. ഹലോ ഹലോ പറഞ്ഞേ. ഹലോ, എന്താ കഴിച്ചേ? ചേച്ചിയുടെ ബർഗർ കുറച്ച് എടുത്താന്ന് പറയാം. അപ്പം അതേ നമ്മൾ നൈറ്റിൽ ഇവിടെ വന്നതാണ്, കമ്പം വരെ വന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മളിങ്ങനെ ബർഗർ വാങ്ങിച്ച് കഴിച്ചതാണ് കൂട്ടുകാരെ. അപ്പം അയർക്കുട്ടി ഇതവിടെ ബർഗർ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അയർക്കുട്ടി ഹായ് വരാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൊച്ചിൻ്റെ ബർഗർ അടിച്ചു മാറ്റുന്നു ഗൈസ്. അതിൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന അയർക്കുട്ടിനെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? നല്ലാണോ? സൂപ്പറാണോ? അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, കമ്പം എന്ന് പറയുന്നത് രാത്രി സമയത്താണ് കൂളായിട്ട് ആക്റ്റീവായിട്ട് വരിക. കാരണം അവിടെ ആ സമയത്താണ് രാത്രി ഇങ്ങനത്തെ എന്താ പറയുക ഫുഡ് സ്റ്റാൾസൊക്കെ വരിക. ഒരുപാട് ആൾക്കാർ രാത്രി ഇറങ്ങും. നല്ല എന്താ പറയുക എല്ലാ കടകളും തന്നെ ഓപ്പൺ ആയിരിക്കും 10 മണി 11 മണി വരെയൊക്കെ തന്നെ. അപ്പോൾ അത് ഇപ്പം തന്നെ കണ്ടോ വണ്ടികളൊക്കെ പോകും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ സമയത്തൊന്നും വണ്ടികളൊന്നും അധികം പോകത്തൊന്നുമില്ല, ആൾക്കാരും അങ്ങനെ പുറത്തൊന്നും ഇറങ്ങത്തില്ല. പക്ഷേ ഇവിടെ പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും എല്ലാം രാത്രിയാണ് ഇറങ്ങുക. അവർ അമ്പലത്തിൽ പോകുന്നതൊക്കെ രാത്രി. അങ്ങനെയാണ് അവിടുത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ബർഗർ വാങ്ങിച്ചത്. ഐറക്കുട്ടിക്ക് ബർഗറും ഒരു സാൻഡ്വിച്ചും വാങ്ങിച്ചു. ചിക്കൻ ചീസ് സാൻഡ്വിച്ച് ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു. ചീസ് സാൻഡ്വിച്ച് അത്രയ്ക്ക് രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ അടുത്ത സ്പോട്ടിലേക്ക് നമ്മളൊന്ന് പോയതാണ്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അവിടെ ഇച്ചാൻ ഇങ്ങനത്തെ ഫ്രൈഡ് റൈസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ചേട്ടനോട് ഇതൊന്ന് കുക്ക് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പം അതിനെന്താന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് അതൊക്കെ സന്തോഷമാണ്. വീഡിയോ എടുക്കുന്നതിലൊന്നും സങ്കടമൊന്നും ഇല്ല. അപ്പോൾ ഇത് റോഡ് സൈഡിൽ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ഈ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പഴകിയതൊക്കെ കഴിക്കുന്നതിൽ നല്ലത് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുന്ന ചില സമയത്ത് തോന്നും. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു ഫാനല്ല കേട്ടോ. എനിക്കത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ല. ഇച്ചാനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടം. അവർ പഠിത്തമൊക്കെ എന്താ പറയുക നമ്മുടെ ചെന്നൈയിലൊക്കെ ആയതുകൊണ്ട് അവിടെ ഇതൊക്കെയാണല്ലോ സ്റ്റൈല്. അപ്പോൾ ഇച്ചാൻ പഠിത്തമൊക്കെ ചെന്നൈയിലായതുകൊണ്ട് പുള്ളിക്ക് നൊസ്റ്റു തോന്നും ഇതൊക്കെ കഴിക്കുമ്പം. അതുകൊണ്ട് ഇത് ആ പുള്ളി അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസോ നൂഡിൽസോ ഫ്രൈഡ് റൈസാണെന്ന് തോന്നുന്നു. ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവരെന്ത് സ്പീഡിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നോക്ക്. നമ്മൾ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു പോവും. മസാലാസ് ഒരുപാട് ലിമിറ്റഡ് മസാലാസൊക്കെ ഇടുന്നുള്ളൂ. എന്നാലും നന്നായിട്ട് കറക്കിയെടുത്ത് തീയൊക്കെ ഇങ്ങനെ പാർന്ന് കണ്ടപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കാനൊക്കെ ഒരു പേടിയാവും. ഇതെങ്ങനെ മേത്തേക്ക് തെറിക്കുമോ എന്നൊക്കെ പേടി. പക്ഷെ അവർ അത്ര പ്രൊഫഷണലായിട്ടാണ് അവർ ചെയ്യുന്നത്. ഡെയിലി ചെയ്യുന്നതല്ലേ, അല്ല പെർഫെക്ഷൻ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതേ എന്തൊക്കെയോ മസാലാസൊക്കെ ഇടുന്നുണ്ട്. സ്പൈസി കൂടുതൽ ഇഷ്ടമുള്ള ആളാണ് ഹസ്ബൻഡ്. അതുകൊണ്ട് സ്പൈസി ആക്കാൻ പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു ആ ചേട്ടൻ കുറേ സ്പൈസി മസാലാസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതേ നന്നായിട്ട് പുള്ളി മിക്സ് ചെയ്തിട്ട്, സത്യം പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടുത്ത് നിൽക്കുമ്പം ഇത്ര നല്ല സ്മെല്ലൊക്കെ വരും. അപ്പോൾ നമുക്ക് തോന്നുമോ ഇത് കൊള്ളാവോന്ന് തോന്നും. പക്ഷേ ഞാൻ അതിൻ്റെ അത്ര ഫാനല്ലാത്തതുകൊണ്ട് ഞാനതങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ അതേ എന്തൊക്കെയോ സോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് നന്നായിട്ട് എന്താ പറയുക നല്ല സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് ആ സൗണ്ട് ക്ലിയർ ആയിട്ട് അങ്ങ് വെക്കാൻ പറ്റില്ല. അപ്പോൾ വോയിസ് ഓവർ കിട്ടില്ല. എന്ത് രസമായിട്ട് അവർ ഉണ്ടാക്കുന്നതെന്ന് കുറേ നേരം നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. പിന്നെ അവിടെ പാനിപ്പൂരിയും ഉണ്ട് കേട്ടോ. ആ സൈഡിലായിട്ട് പാനിപ്പൂരി, പിന്നെ ഇങ്ങനത്തെ റൈസ് ഐറ്റംസ്, നൂഡിൽസ് ഐറ്റംസ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ കഴിക്കുന്നില്ല, പാഴ്സൽ വാങ്ങിച്ചിട്ട് പോകാനാണ്. പിന്നെ അത് പാനിപ്പൂരി കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ആഗ്രഹം തോന്നി. ഞാൻ പാനിപ്പൂരി ഒരെണ്ണം ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴിച്ച് നോക്കിയിട്ട് നല്ല സ്പൈസിയാന്ന് പറഞ്ഞു. ഞാനും കഴിച്ചു. നല്ല സ്പൈസി ആയിരുന്നു. ഐറക്കുട്ടിക്കും അന്നക്കുട്ടിക്കൊന്നും ഇതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അന്നക്കുട്ടി കഴിക്കുകയില്ല. ഐറക്കുട്ടിക്ക് പാനിപ്പൂരി ഒന്നും കഴിക്കാൻ അറിയത്തുമില്ല, വലിയൊരു ഇഷ്ടവും ഇല്ല. മോൾക്ക് ഇങ്ങനെ ബർഗർ സാൻഡ്വിച്ച് അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് ഈ കാണുന്നതെല്ലാം നമ്മുടെ കമ്പത്തിൻ്റെ നൈറ്റ് വ്യൂ കേട്ടോ. കണ്ടോ, എല്ലാം മിക്ക ഷോപ്സും തന്നെ ഓപ്പൺ ആണ്. ആൾക്കാരും ഉണ്ട്, വണ്ടികളുണ്ട്, എല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഒരു 9 o'clock ഒക്കെ ആയി കാണും. ആ സമയത്താണ് നമ്മൾ അങ്ങോട്ടൊന്ന് പോയത്. അപ്പോൾ അതേ കടയൊക്കെ ഓപ്പൺ ആണ്. ഒരു ഹോട്ടൽസ് ഒന്നും അടഞ്ഞിട്ടൊന്നുമില്ല. ജുവലേഴ്സൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതേ ഇങ്ങനെ കമ്പത്തിൻ്റെ ഒരു ഓവറോൾ ഇതാണ്. അപ്പോൾ അതേ കുഞ്ഞും അയച്ചാനൊക്കെ ഭയങ്കര വർത്തമാനമൊക്കെയാണ്. പല ഡൗട്ട്സൊക്കെ അയർക്കുട്ടീൻ്റെ ഇടയ്ക്ക് ചോദിക്കും.
അപ്പോൾ ഇത് അടുത്ത ബിരിയാണി സെൻ്ററാണ്, സുൽത്താൻ ബിരിയാണി സെൻ്റർ എന്ന്. പണ്ട് തൊട്ടേ ഇതുള്ളതാണ്. നന്നായിട്ടാണ് അവർ കുക്കൊക്കെ ചെയ്ത് തരിക. അപ്പോൾ അവിടെ ഓരോന്നിൻ്റെ റേറ്റ് ചെയ്ത് വെക്കുക. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. അവർ ലൈവായിട്ട് അപ്പോൾ തന്നെ നമുക്ക് ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പാഴ്സൽ വാങ്ങിക്കാനുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിന് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് പാഴ്സൽ വാങ്ങിച്ചിട്ട് വരാനുണ്ട്. അപ്പോൾ എന്തായാലും ഉച്ചാൻ ഇറങ്ങിയപ്പോൾ ഞാനിവിടെ ഒന്ന് പോയി എടുത്തതാണ്. പിന്നെ നമ്മുടെ അന്നക്കുട്ടി അയറക്കുട്ടിയും ഭയങ്കര കലാപരിപാടികളൊക്കെ ആയിരുന്നു വണ്ടിയിലിരുന്ന്. മതി മതി മതി, അടിക്കണ്ട ചേച്ചി. സങ്കടം വന്നു. അവിടെ ആദ്യം അടി എടുത്തു. ഹലോ ഹലോ അപ്പോൾ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് തട്ടിവിലാസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കമ്പത്ത്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ പോയാലും കയറുക. അവിടെ നല്ല മൊരിഞ്ഞ മസാല ദോശ, അതുപോലെ ഗീ റോസ്റ്റ് ഒക്കെ കിട്ടും. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ മാത്രമാണ് ഈ ദോശ ഫാനുള്ളൂ. ബാക്കി അവർക്കൊക്കെ ബിരിയാണിയാണ് ഇഷ്ടം. അപ്പോൾ അതേ അന്നക്കുട്ടീനെ ഞാൻ കളിപ്പിക്കുകയൊക്കെ ചെയ്യും. ഞാൻ വീഡിയോ എടുത്ത് തരാം അമ്മയെന്ന് പറഞ്ഞാൽ അയറക്കുട്ടി എടുത്ത് തന്നതാണ്. അപ്പോൾ അവർ ഓർഡർ ചെയ്തത് മട്ടൻ ബിരിയാണിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു മട്ടൻ ബിരിയാണി മോളും അപ്പയും കൂടെ ഷെയർ ചെയ്യുക. അതിന് മാത്രം മോള് കഴിക്കത്തില്ല. അപ്പോൾ അതേ അയറക്കുട്ടിയാണെങ്കിൽ നല്ല ആസ്വദിച്ച് കഴിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ഒരു കാട ഫ്രൈയും കൂടെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ബിരിയാണിയും കാട ഫ്രൈയും. എനിക്ക് നല്ല മൊരിഞ്ഞ ഗീ റോസ്റ്റാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സൈഡ് ഡിഷ് ഒന്നും വേണ്ട, എനിക്ക് ഗീ റോസ്റ്റ് മാത്രം മതി എന്ന് പറഞ്ഞാൽ ഗീ റോസ്റ്റാണ് പറഞ്ഞത്. അപ്പോൾ അതേ കാട, ഒരു കുഞ്ഞു കാടയാണ്. അതിപ്പം എല്ലാവരോടും ഷെയർ ചെയ്ത് നമ്മൾ കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മൾ വെൽ സ്പെൻഡായി.